ഇന്ത്യ തേടുന്ന കൊടും ഭീകരനാണ് മസൂദ് അസർ. അയാൾ തുടർച്ചയായി തന്നെ പാകിസ്ഥാനിലുണ്ടെന്ന് പല അന്താരാഷ്ട്ര മാധ്യമങ്ങളും ഇന്ത്യക്കും തന്നെ അറിവുണ്ട്. എന്നിട്ടും എന്തുകൊണ്ടായിരിക്കും ബിലാവൽ ഭൂട്ടോ പറയുകയാണ് ഇപ്പോൾ അദ്ദേഹം പാകിസ്ഥാനിലില്ല, അഫ്ഗാനിസ്ഥാനിൽ ഉണ്ടെന്ന് പറയുന്നു. അതെന്തെങ്കിലും തന്ത്രത്തിന്റെ ഭാഗമാണോ? കാരണം ഇപ്പോൾ അഫ്ഗാനിസ്ഥാനും ഇന്ത്യയുമായി അടുക്കുകയാണല്ലോ. അതൊരു നയതന്ത്രമായിരിക്കുമോ ഇദ്ദേഹത്തിന്റെ? അതിനകത്ത് നയതന്ത്രമൊന്നുമില്ല. ഈ ബിലാവൽ ഭൂട്ടോയുടെ വാക്കുകൾ കേട്ടിട്ട് സത്യത്തിൽ അതൊരു വലിയ തമാശയായിട്ടാണ് തോന്നുന്നത്. നമുക്കറിയാം, ഈ അമേരിക്കയിലെ ട്രേഡ് സെൻറ്റർ ആക്രമിച്ച സംഭവം അറിയാമല്ലോ, വേൾഡ് ട്രേഡ് സെൻറ്റർ. അതിൻ്റെ ഉത്തരവാദിത്വം ഒസാമ ബിൻ ലാദന് ആയിരുന്നു. ഒസാമ ബിൻ ലാദൻ്റെ നേതൃത്വത്തിലുള്ള ഒരു നടന്ന ഗൂഢാലോചനയാണ് ഈ വേൾഡ് ട്രേഡ് സെൻറ്ററിലേക്ക് വിമാനം റാഞ്ചി കൊണ്ടുപോയി ഇടിച്ചു കയറ്റി വലിയൊരു അപകടം വരുത്തി കുറേ ആളുകളുടെ മരണത്തിന് കാരണമായ ആ സംഭവം. ആ ഒസാമ ബിൻ ലാദൻ എവിടെയാണ് ഒളിവിൽ കഴിഞ്ഞത്? അഫ്ഗാനിസ്ഥാനിലാണ്. ഈ താലിബാൻ്റെ കേന്ദ്രമായ അഫ്ഗാനിസ്ഥാനിലാണോ ഒസാമ ബിൻ ലാദൻ ഒളിവിൽ കഴിഞ്ഞത്? അയാൾ പാകിസ്ഥാനിലെ അബാട്ടാബാദ് എന്ന് പറയുന്ന സ്ഥലത്തല്ലേ ഒളിവിൽ കഴിഞ്ഞിരുന്നത്? അവിടെയല്ലേ അമേരിക്ക ചെന്ന് ആക്രമിച്ച് ആ പ്രദേശത്തേക്ക് പട്ടാള നീക്കം, സൈനിക നീക്കം നടത്തി അതിനകത്ത് കടന്നു കയറി ഒസാമ ബിൻ ലാദനെ വധിച്ചിട്ട് മൃതശരീരം കൊണ്ടുവന്ന് കടലിൽ കെട്ടിത്താഴ്ത്തിയത് അല്ലേ? ഇത് ലോകം മുഴുവനും കണ്ടതല്ലേ? അമേരിക്ക സ്ഥിരീകരിച്ചതല്ലേ ഈ സംഭവം? എന്നിട്ടാണ് ബിലാവൽ ഭൂട്ടോ ഇപ്പോൾ വലിയ വർത്തമാനം പറയുന്നത്, മസൂദ് അസർ പാകിസ്ഥാനിലില്ല, ഞങ്ങളൊക്കെ വിശ്വസിച്ചു. ഇന്ത്യ ഉറപ്പായിട്ടും ഇത് വിശ്വസിക്കും. ബിലാവൽ ഭൂട്ടോ ഒരിക്കലും കള്ളം പറയില്ല. ബിലാവൽ ഭൂട്ടോയെ പോലെ ഇത്രയും സത്യസന്ധനായ ഒരു മനുഷ്യൻ വേറെയില്ല. ഒസാമ ബിൻ ലാദൻ്റെ കാര്യത്തിലുള്ള അനുഭവം ലോകത്തിന് മുന്നിലുണ്ട്. എന്നിട്ട് ഇത് ആരെ ആണ് ഈ കള്ളം പറഞ്ഞ് വിശ്വസിപ്പിക്കാൻ ശ്രമിക്കുന്നത്? ഇങ്ങനെ ആവർത്തിച്ചു കൊണ്ടിരുന്നാൽ അത് സത്യമാകും എന്നൊരു പ്രചാരം നടക്കുന്നുണ്ട്. പക്ഷേ അത് വിലപ്പോകില്ല എന്ന് ബിലാവൽ ഭൂട്ടോയ്ക്ക് ഇപ്പോഴും മനസ്സിലായില്ലേ? ഈ വിദേശത്തൊക്കെ പോയി UN-ലടക്കം വലിയ വായിൽ ഇന്ത്യക്കെതിരെ, ഓപ്പറേഷൻ സിന്ദൂറിനെതിരെ അവിടെ പോയി മാധ്യമങ്ങൾക്ക് മുന്നിൽ നാണം കെട്ടിട്ടാണ് തിരിച്ചു വന്നത്. ഞാൻ അതാണ് പറയാൻ വന്നത്. അവിടെ പോയി പാകിസ്ഥാന്റെ ഭാഗം വിശദീകരിക്കാൻ പോയി. എന്താ, ഇന്ത്യ ഞങ്ങളെ ആക്രമിച്ചു, ഇന്ത്യ ഞങ്ങളുടെ രാജ്യത്ത് തീവ്രവാദം വളർത്തുന്നു, ഭീകരത വളർത്തുന്നു. ഇന്ത്യ ലോകത്തുള്ള എല്ലാ രാഷ്ട്രങ്ങൾക്കും അറിയാം, ഇന്ത്യ ഒരിക്കലും ഒരു രാജ്യത്തെയും ആക്രമിക്കാൻ പോവില്ല. ഇന്ത്യയുടെ ചുറ്റുപാടും വേറെ ഒരുപാട് രാഷ്ട്രങ്ങളുണ്ടല്ലോ. ഇപ്പോൾ ഭരണമാറ്റം നടന്ന് ഇന്ത്യക്ക് എതിരെ നിൽക്കുന്ന ബംഗ്ലാദേശ് പോലും പറയില്ലല്ലോ ഇന്ത്യ അവിടെ കയറി ആക്രമണം നടത്തി, അവിടെ തീവ്രവാദം വളർത്തി എന്ന് പറയില്ലല്ലോ. ശ്രീലങ്കയുണ്ടല്ലോ, മാലിദ്വീപ് ഉണ്ടല്ലോ, ബർമ്മ, ഭൂട്ടാൻ, ചൈന തുടങ്ങിയ എത്രയോ രാജ്യങ്ങൾ നമ്മുടെ അതിർത്തി പങ്കിടുന്നു. ഒരു പരിധിവരെ അഫ്ഗാൻ്റെ ഒരു ചെറിയ ഭാഗം നമ്മളുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുകയല്ലേ. ഈ അവിടങ്ങളിൽ പോലും നമ്മൾ ഒരു അതിക്രമത്തിനും പോകാറില്ല, ഈ പറയുന്ന ഒരു വിധ്വംസ പ്രവർത്തനങ്ങൾക്കും നമ്മൾ പോകാറില്ല. നമ്മളെ ആരെങ്കിലും ആക്രമിച്ചാൽ മാത്രമേ നമ്മൾ തിരിച്ചടിക്കാറുള്ളൂ. അങ്ങനെ നമ്മളെ ആക്രമിച്ചത് കൊണ്ട് തന്നെയാണ് പാകിസ്ഥാനെ തിരിച്ചടിക്കാൻ ഓപ്പറേഷൻ സിന്ദൂർ നടത്തിയത്. അതിൻ്റെ ഫലമായിട്ട് പാകിസ്ഥാനിൽ എന്ത് സംഭവിച്ചുവെന്നും ഇന്ന് ലോകത്തിന് വ്യക്തമാണ്. എന്നിട്ടാണ് ഈ ന്യായീകരണ മെഴുകൽ. ഇത് പാകിസ്ഥാൻ അവസാനിപ്പിക്കേണ്ട കാലം കഴിഞ്ഞു. മസൂദ് അസറിൻ്റെ ഏറ്റവും അടുത്ത ബന്ധുക്കൾ, സഹോദരിമാരും ഈ അളിയന്മാരും അടക്കമുള്ള ഏറ്റവും അടുത്ത ബന്ധുക്കൾ, ഏറ്റവും അടുത്ത അനുയായികൾ 10 പേരല്ലേ കൊല്ലപ്പെട്ടത് ഈ ഓപ്പറേഷൻ സിന്ദൂറിൽ? ഈ പാക് ഭീകര പരിശീലന കേന്ദ്രങ്ങളിൽ രഹസ്യമായിട്ട് അവർ നിർമ്മിച്ച് ചെല്ലും ചെലവും കൊടുത്ത് ഭീകരന്മാരെ പരിശീലിപ്പിക്കുന്ന കേന്ദ്രങ്ങളിലല്ലേ ഇവർ ഒളിവിൽ കഴിഞ്ഞിരുന്നത്? അവിടെ ആക്രമിക്കപ്പെട്ടപ്പോൾ അല്ലേ ഇവരെല്ലാം കൊല്ലപ്പെട്ടത്? അന്ന് മസൂദ് അസറിൻ്റെ പ്രസ്താവന പുറത്തു വന്നല്ലോ, അയ്യോ എനിക്കിതിനുള്ള ഭാഗ്യം കിട്ടിയില്ലല്ലോ, എന്ന് വെച്ചാൽ ഈ ജിഹാദ് നടത്തി സ്വർഗത്തിൽ പോകാനുള്ള ഭാഗ്യം കിട്ടിയില്ലെന്നാണ് മസൂദ് അസർ പറയുന്നത്. ഈ മസൂദ് അസർ എവിടെ ഇരുന്നാണ് ഈ പ്രസ്താവന നടത്തിയത്? ശരിയാണ്, മസൂദ് അസർ പാകിസ്ഥാനിലുണ്ട് എന്നുള്ളതിന് കൃത്യമായ തെളിവുകളൊന്നും ആർക്കും പുറത്തുവിടാൻ സാധിച്ചിട്ടില്ല. ഒസാമ ബിൻ ലാദൻ്റെ കാര്യത്തിലും അങ്ങനെയായിരുന്നു. ഒസാമ ബിൻ ലാദൻ പാകിസ്ഥാനിലുണ്ട് എന്നുള്ളതിന് പരസ്യമായി ഏതെങ്കിലും അതിൻ്റെ ഒരു ദൃശ്യമോ ഈ പറയുന്നത് പോലെ എന്തെങ്കിലും ഒരു തെളിവ് പുറത്തുവിടാൻ ആർക്കും കഴിഞ്ഞില്ല. വളരെ രഹസ്യമായിട്ട് ഈ ഒസാമ ബിൻ ലാദനെ പാകിസ്ഥാനിൽ ഒളിപ്പിച്ചത് പാക് ചാരസംഘടനയായ ISIയും പാക് സൈന്യവും ചേർന്ന് തന്നെയാണ്. ഒടുവിൽ അമേരിക്കയുടെ സമ്മർദ്ദം ശക്തമായപ്പോൾ അയാളിരിക്കുന്ന സ്ഥലം അവർ തന്നെ പറഞ്ഞു കൊടുത്തു. അമേരിക്ക അവിടെ എത്തി അയാളെ കൊലപ്പെടുത്തി, അയാളെ വധിച്ചു, എന്നിട്ട് മൃതശരീരം കൊണ്ട് കടലിൽ തള്ളി. ഇതല്ലേ സംഭവിച്ചത്? ഇതുപോലെ മസൂദ് അസറിൻ്റെ കാര്യത്തിൽ ഉണ്ടാകാതിരിക്കാനാണ്
ബിലാവൽ ഭൂട്ടോ ഈ പച്ച നുണ, കല്ലുവെച്ച നുണ പറയുന്നത്. മസൂദ് അസർ ഇവിടെ ഇല്ല, ഉണ്ടെങ്കിൽ ഭാരതം തെളിവ് തരട്ടെ, ഞങ്ങൾ നടപടിയെടുക്കാം, ഞങ്ങൾ അങ്ങനെ ചെയ്യാം, ഞങ്ങൾ ഇങ്ങനെ ചെയ്യാം എന്നൊക്കെ പറയുന്നത് വളരെ കൃത്യമായിട്ടും മസൂദ് അസർ പാകിസ്ഥാനിൽ ഉണ്ട് എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ്. ഈ മസൂദ് അസറിന് UN ആഗോള ഭീകരനായി പ്രഖ്യാപിച്ചിരിക്കുന്ന ആളാണ് മസൂദ് അസർ. അയാൾ എന്തൊക്കെ ചെയ്തു എന്നുള്ളത് നമുക്കറിയാം. 2001 ഇന്ത്യൻ പാർലമെൻറ്റ് ആക്രമിച്ചത്, 2008 മുംബൈ ആക്രമണം അടക്കമുള്ള നിരവധി എന്താ പറയുക, അനേകം മനുഷ്യരുടെ ജീവൻ ഇല്ലാതാക്കിയ, പിന്നെ നമ്മുടെ രാജ്യത്ത് നിരവധി സ്ഫോടനങ്ങൾ ആസൂത്രണം ചെയ്ത എല്ലാ ഈ ഭീകരപ്രവർത്തനങ്ങളുടെയും ആസൂത്രകനായ. അതാണ് അതിലെ മറ്റൊരു ചോദ്യം. ഇതിലൊരു നയതന്ത്രമില്ലേ? കാരണം ഇന്ത്യ ഇപ്പോൾ അഫ്ഗാനിസ്ഥാനുമായി അടുക്കുമ്പോൾ അദ്ദേഹം തൻ്റെ രാജ്യത്തില്ലെന്ന് പറയുമ്പോൾ തന്നെ മറ്റൊരു രാജ്യത്തെ ചൂണ്ടിക്കാണിക്കുകയും ചെയ്യും. അഫ്ഗാൻ എന്ന രാജ്യത്തായിരിക്കുമെന്ന് ഇദ്ദേഹം പറയുകയാണ്. അത് ഇപ്പോൾ നമുക്ക് വളരെ സാമാന്യ നിലയ്ക്ക് ചിന്തിച്ചാൽ ഒരു കാര്യം മനസ്സിലാവും. ഇന്ത്യയും അഫ്ഗാനുമായിട്ട് ഇപ്പോൾ നല്ല സഹകരണമാണ്. അവിടുത്തെ താലിബാൻ ഭരണകൂടവും ഇന്ത്യൻ ഭരണകൂടവുമായിട്ട് അസ്വാരസ്യങ്ങളൊന്നുമില്ല. നേരെ വാ നേരെ പോകും. അപ്പോൾ ഇന്നത്തെ നിലയ്ക്ക് ഈ മസൂദ് അസർ അഫ്ഗാനിലുണ്ടെങ്കിൽ വളരെ എളുപ്പമല്ലേ ഇന്ത്യക്ക് പിടിക്കാൻ? താലിബാൻകാരോട് പറഞ്ഞ്, അവിടുത്തെ ഭരണകൂടത്തിനോട് പറഞ്ഞാൽ മതിയല്ലോ, ഞങ്ങൾ തേടുന്ന ഒരു കുറ്റവാളിയാണ്, നിങ്ങൾ എത്രയും പെട്ടെന്ന് അയാളെ ഇന്ത്യക്ക് കൈമാറും. കഴിഞ്ഞില്ലേ? അപ്പോൾ തന്നെ അത് പൊളിഞ്ഞു പോവില്ലേ ഈ വാദം? ഈ പറയുന്ന ഇയാളുടെ നയതന്ത്ര ബുദ്ധി എത്രയുണ്ട്? ഇയാളുടെ നയതന്ത്ര ബുദ്ധി നമ്മൾ കണ്ടതാണല്ലോ. അമേരിക്കയിൽ പോയിട്ട് UN-ലടക്കം സംസാരിച്ചപ്പോൾ അവിടെ നിന്ന് നാണം കെട്ട് തിരിച്ചു വരേണ്ടി വന്നു അല്ലേ? അവിടെ മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് ബിലാവൽ ഭൂട്ടോയ്ക്ക് മറുപടിയില്ലായിരുന്നു. പലപ്പോഴും അയാൾ പിന്നെ എന്താ പറയുക, മൗനം പാലിക്കുകയായിരുന്നു, മിണ്ടാട്ടം മുട്ടിപ്പോയി. ഇപ്പോൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, വെള്ളം കൊടുത്തില്ലെങ്കിൽ ഇന്ത്യ വിവരമറിയുമെന്നാണ്. ഈ ബിലാവൽ ഭൂട്ടോയുടെ അപ്പൂപ്പനുണ്ട്, ഈ ബേനസീർ ഭൂട്ടോ. ബിലാവൽ ഭൂട്ടോയുടെ അമ്മ ബേനസീർ ഭൂട്ടോയുടെയും അച്ഛൻ. ആ ഭൂട്ടോയ്ക്ക് പറ്റിയില്ല ഇന്ത്യയെ ഒരു ചുക്കും ചെയ്യാൻ. വലിയ വീരവാദമൊക്കെ മുഴക്കി ഭൂട്ടോ. പക്ഷേ ഭൂട്ടോ അവിടെ ഭരിക്കുമ്പോഴാണ് ബംഗ്ലാദേശിനെ ഇന്ത്യ മോചിപ്പിച്ചെടുത്തത് അല്ലേ? അപ്പോൾ അതുകൊണ്ട് ഈ ബിലാവൽ ഭൂട്ടോ ചരിത്രം പഠിക്കുന്നത് നല്ലതാണ്. അത് മസൂദ് അസറിൻ്റെ അല്ല, ഇന്ത്യയുമായിട്ടുള്ള പാകിസ്ഥാൻ്റെ ബന്ധം എന്താണെന്നും ഇന്ത്യയോട് എത്ര തവണ യുദ്ധം ചെയ്യാമെന്നും അന്ന് എന്തൊക്കെ സംഭവിച്ചു എന്ന് പാകിസ്ഥാനിലെ ജനങ്ങളെ കബളിപ്പിക്കാൻ നുണ പറഞ്ഞോളൂ. പക്ഷേ യഥാർത്ഥ ചരിത്രം എന്താണെന്ന് മനസ്സിലാക്കിയാൽ അത് നിങ്ങൾക്ക് നല്ലത്. അല്ലാതെ ഈ പറയുന്നത് പോലെ മസൂദ് അസർ അഫ്ഗാനിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട്, നിങ്ങൾ അവിടെ പോയി പിടിച്ചുകൊള്ളൂ. അവിടെ ഉണ്ടെങ്കിൽ പിടിക്കാൻ ഇന്ത്യക്ക് അറിയാം. അതിന് ബിലാവൽ ഭൂട്ടോയുടെ പിന്നെ ചീട്ട് ആവശ്യമില്ല, ബിലാവൽ ഭൂട്ടോയുടെ സമ്മതം ആവശ്യമില്ല, ഉപദേശവും ആവശ്യമില്ല. ഈ ബിലാവൽ ഭൂട്ടോ ഇപ്പോൾ കൈ കഴുകുന്നത് മസൂദ് അസർ പാകിസ്ഥാനിലില്ല, ഉണ്ടെങ്കിൽ ഇന്ത്യ തെളിവുകൾ കൈമാറട്ടെ. അതിനനുസരിച്ച് ഇന്ത്യ ഇങ്ങനെ ആരോപിക്കുന്നതല്ലാതെ ഇതുവരെ ഒരു തെളിവും കൈമാറിയിട്ടില്ല. എത്രയോ തവണ ഇയാൾ പാക് ഭീകര പരിശീലന കേന്ദ്രങ്ങൾ ഉണ്ട് എന്നുള്ളതിന് ഇന്ത്യ തെളിവുകൾ കൃത്യമായിട്ട് കൈമാറിയിട്ടുണ്ട്. പലപ്പോഴും ഈ പറയുന്നത് പോലെ നമ്മുടെ പാർലമെൻറ്റ് ആക്രമണത്തിന് ശേഷം, പിന്നെ അതുപോലെ 2008 മുംബൈ ആക്രമണത്തിന് ശേഷമൊക്കെ ഹാഫിസ് സയ്യിദിനെ കുറിച്ചും മസൂദ് അസറിനെ കുറിച്ചും ഒക്കെ വളരെ കൃത്യമായ തെളിവുകൾ ഇന്ത്യ പുറത്തുവിട്ടിട്ടുണ്ട്. അതുകൊണ്ടാണല്ലോ ഇപ്പോൾ വീട്ടുതടങ്കലിലെങ്കിലും ആക്കി ഹാഫിസ് സയ്യിദിനെ പാകിസ്ഥാന് സൂക്ഷിക്കേണ്ടി വന്നിരിക്കുന്നത്. അയാളെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ പാർപ്പിക്കാൻ അവർക്ക് സാധിക്കില്ല, കാരണം അവിടുത്തെ ജനങ്ങളെതിരാകും, അത് സർക്കാരിന് വലിയ ദോഷം ചെയ്യും. ഈ പറയുന്നത് പോലെ സൈന്യത്തിൻ്റെയും പാക് ചാരസംഘടനയായ ISIയുടെയും സംരക്ഷണയിലാണ് ഹാഫിസ് സയ്യിദ് ഉള്ളത്. അങ്ങനെയുള്ള ഹാഫിസ് സയ്യിദിനെ മറ്റ് രാജ്യങ്ങളുടെ, ലോകരാജ്യങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയിട്ട് അറസ്റ്റ് ചെയ്ത് വീട്ടുതടങ്കലിൽ സൂക്ഷിച്ചിരിക്കുന്നു. അയാൾ സ്വന്തം വീട്ടിൽ താമസിക്കുന്നു, അത്രയേ ഉള്ളൂ. ചുറ്റിനും പോലീസ് കാവൽ നിൽക്കുന്നു, അതിനപ്പുറത്തേക്ക് ഒന്നുമില്ല. ഈ പറയുന്നത് പോലെ അങ്ങനെ അല്ലെങ്കിൽ ഒരു പക്ഷേ അജ്ഞാതൻ അവിടെ കയറി മേയും. ഹാഫിസ് സയ്യിദ് ഇതിനു മുമ്പ് തന്നെ ഊറികളുടെ അടുത്ത് എത്തിയേനെ. അതുണ്ടാകാതിരിക്കാൻ അയാൾക്ക് പോലീസ് പ്രൊട്ടക്ഷൻ കൊടുത്തിരിക്കുന്നു, സൈന്യത്തിൻ്റെ പ്രൊട്ടക്ഷൻ കൊടുത്തിരിക്കുന്നു. എന്നിട്ട് പറയുന്നതോ വീട്ടുതടങ്കലിലാണെന്ന്. ഈ ഇരട്ടത്താപ്പ് പാകിസ്ഥാൻ ഇനിയെങ്കിലും അവസാനിപ്പിക്കണം. ഈ ബിലാവൽ ഭൂട്ടോ ഇങ്ങനെ പുട്ടിയടിച്ച് ഈ പാകിസ്ഥാനെ വെള്ളപൂശാൻ ശ്രമിക്കരുത്. ലോകം മുഴുവനും അറിയാം പാകിസ്ഥാൻ ഭീകരതയുടെ നഴ്സറിയല്ല, സർവകലാശാലയാണ്, PhD കൊടുക്കുന്ന സർവകലാശാലയാണെന്ന് ഇന്ന് ലോകം മുഴുവനും അറിയാം. അത് ലോകത്തെ ബോധ്യപ്പെടുത്താൻ ഇന്ത്യക്ക് സാധിച്ചു എന്നുള്ളതാണ് ഇന്ത്യയുടെ വിജയവും. അതുകൊണ്ട് ബിലാവൽ ഭൂട്ടോ വലിയ വാചകമൊന്നും അടിക്കണ്ട. ഒസാമ ബിൻ ലാദനെ നിങ്ങൾ ഒളിപ്പിച്ച ചരിത്രമൊക്കെ ലോകത്തിന് അറിയാം, ഇന്ത്യക്ക് അത് നന്നായിട്ട് അറിയാം. മസൂദ് അസർ എവിടെ ഉണ്ടെന്നും
ഇന്ത്യക്ക് അറിയാം. അത് കൃത്യസമയത്ത് ചെയ്യേണ്ടതൊക്കെ ഇന്ത്യ ചെയ്തുകൊള്ളും. അതിനെക്കുറിച്ച് ബിലാവൽ ഭൂട്ടോ വലുതായിട്ട് ആശങ്കപ്പെടേണ്ട.